മതി. നാളെ മുതൽ 9 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ പോകണം. Yes. Please. അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്ക് രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, ഞാൻ ഇറങ്ങുവാ. നിന്റെ ഡാഡിയോട് പറഞ്ഞേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. വേറെ ഒന്നും അറിയണ്ടല്ലോ ആ സൂപ്പർ ഹിറ്റ് സംവിധായകന്. മോളതൊന്നും കാര്യാക്കണ്ട. മമ്മിയുടെ സ്വഭാവം മോക്കറിയാലോ. സമയം കളയണ്ട, മോളെ ക്ലാസ് പൊക്കോ. പപ്പയ്ക്ക് ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പോണം. രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തന്മാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ? എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവെയർ ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പരും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിക്കണം. എന്റെ ഡാഡിയാണ്. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലിന്റെ അച്ഛനായില്ലയോ? ആ, ഇരി ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദയവ് ചെയ്ത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായി ഈ അച്ഛനെ അച്ഛനെ നാണം കെടുത്തുന്നേ?
ആ നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സർ. ഓ താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. അയ്യോ, ഇജയ ദേ, മുറിക്കകത്തുനിന്ന് ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ലേ? ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ. മോനെ ദാ. നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ കാണാമോ? മോനുണ്ടാവത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ, എന്താ ജയ പറയുന്നേ? എന്താ എന്തുപറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തത്. Victory! Oh, one time! Victory! പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയടാ, ഫോട്ടോഗ്രാഫർ വന്നില്ല. പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. എന്തേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ. Prem, take the class. Good morning. Morning. I'm Maradona. മറഡോണ. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ.
എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്തേ ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും അത്? ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനാ എപ്പോഴും പപ്പയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാർ മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും, എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്. കെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടെന്ന് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, 24 മണിക്കൂർ തുടർച്ചയായി വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ശ്രീ ഖദർ മൂസ. സുഹൃത്തുക്കളെ, 24 മണിക്കൂർ തികയാനിനി വെറും 25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരും ബഹളമുണ്ടാക്കരുത്. പ്ലീസ് സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷൻ കളയരുത്. സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ കോൺസെൻട്രേഷൻ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാഖാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കിക്കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാഖാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ. ഓ, ഒരു രസം. അയ്യോ, പ്രിയമുള്ളവരെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക. ഒന്നോട്ട് പോട്ടെ, ഫയർ എഞ്ചിൻ പോട്ടെ. മാറു പ്ലീസ്. Oh my God! Come fast! Come on, jump! Jump! ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറി കാണിച്ചത്? മൂസാഖാന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ഒക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകള് മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ.
പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ് എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പ ജഗജില്ല. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വെറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഊർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ല. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. ഓ, നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ശരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസിച്ചല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട. കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on, boys, follow me. അമ്പരപ്പിക്കുന്ന ധീര പ്രകടനം നമ്മുടെ നാടിന്റെ ധീര രോമാഞ്ചവിത. തുടർച്ചയായ 48 മണിക്കൂർ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് ആ മേരി, ഞാൻ വരാൻ അല്പം താമസിക്കും. അവന്റെ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് വന്നിരിക്കുക. സാറന്മാരൊക്കെ ഒന്ന് കാണണം. ഓക്കെ, ബാ. ധീരതയുടെ പോരാളി, യുവതികളുടെ ഇയാൾക്കിത് എന്തിന്റെ കേടാണ്? ഭ്രാന്താണോ? അവന്റെ കോപ്പിലെ ഒരു പാട്ട് കുറെ നാളായി നിന്നെ ഞാൻ സഹിക്കുന്നു. വേണ്ട വേണ്ടാന്ന് വെക്കുന്തോറും കാസി കയറാൻ നീ എവിടെ തെണ്ടി നടക്കുമായിരുന്നു? എടാ ചോദിച്ച കേട്ടില്ലെന്ന്. എടാ പറയാൻ നിനക്ക് മനസ്സിലാവില്ലടി എന്റെ വിഷമം. ഈ മഹാന്റെ തന്തയാണെന്ന് അറിഞ്ഞപ്പോ ആ മാഷും പിള്ളേരും എന്റെ ഫോട്ടോ എടുത്തു, ഫോട്ടോഗ്രാഫും വാങ്ങിച്ചു. എന്തിനാണെന്ന് അറിയാവോ? ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലവൻ.
അവന്റെ നോട്ടം കണ്ടില്ലേ? അടിച്ച് ചെവിക്കുറ്റി പൊളിക്കോ വേണ്ടത്? എന്തിനാ ഇവൻ സുന്ദരക്കുട്ടൻ കളിച്ച് പോണെന്നറിയാവോ? കണ്ടാനും കണ്ട പൈപ്പേ വലിഞ്ഞു കയറാനുവാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മതിയെന്നേ, ഇനി അവൻ നല്ലപോലെ പഠിച്ചോളൂ. പഠിക്കും പഠിക്കും. അതിന് തലവര നന്നാകണം. ഇവന്റെ തലയിൽ കർത്താവ് പഠിപ്പിന്റെ വര വരച്ചിട്ടില്ല. ഇങ്ങോട്ട് വാന്നേ. എന്റെ എല്ലാ പ്രതീക്ഷകളും അതിൽ തകർക്കണം. നീ പഠിക്കുമല്ലേടാ? അവൻ പഠിക്കും. നടക്ക് നടക്ക്. മോൻ എന്താ ക്ലാസ്സിൽ പോവാത്തത്? പാവം, ഡാഡി ഇന്ന് ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ആകെ ഇൻസൾട്ടായി. അതാ ഞാനും പോവാത്തത്. പോയിട്ട് കാര്യമില്ല മമ്മി, എനിക്ക് ഒന്നും തലേ കയറുന്നില്ല. അതൊക്കെ നിന്റെ തോന്നലുകളാ മോനെ. ദാ ഇത് സോഫി തന്ന നോട്ടാ. ഇത് നോക്കി എല്ലാം എഴുതിയെടുക്ക്. നാശം. മോനെ, പഠിപ്പില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നും ആവാൻ കഴിയില്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? കുറച്ചു നാള് കഴിയുമ്പോ മമ്മിയും ഡാഡി ഒന്നും കാണത്തില്ല. അന്ന് നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്കൊരു തൊഴിലൊക്കെ വേണ്ടേ? എന്റെ മോന് മമ്മി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചിക്കൻ കറിയാണല്ലേ? നല്ല മണം. ഒറ്റ അടി വെച്ചു എപ്പോഴും ഒരു തീറ്റക്കാര്യം. മമ്മി എന്താ മറഡോണ? നീ എന്തിനാ എന്റെ ഡാഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയത്? ഞാനൊന്നുമല്ല, അങ്കിള് വന്നതാ. ഓഹോ, അപ്പൊ നീ ബുക്ക് കൊടുത്തു വിട്ടത്? അത് എക്സാം വരുന്നതിനാൽ ആരും നിനക്ക് നോട്ട് തരില്ല, അതാ ഞാൻ. ഓ, വലിയ ഉപകാരമല്ലേ ചെയ്തത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ ട്യൂഷൻ ടീച്ചർ ആവണ്ട. വലിയൊരു പഠിപ്പുകാരി വന്നിരിക്കുന്നു. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടണ്ട. കേട്ടോടി ഞൊണ്ടി. എന്തായി പപ്പ പോയ കാര്യം? എല്ലാം ഓക്കെ. സരോജ് കുമാർ കഥ കേട്ടോ? കേട്ടോന്നോ? കേട്ടു, ഇഷ്ടമായി, ഉടനെ ചെയ്യാമെന്നും പറഞ്ഞു. ആശ്വാസായി. പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ. എനിക്ക് ഉറപ്പാ പപ്പയുടെ അടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആകും. ഡയറക്ടർ ജെയിംസ് കുരുവിള അതിശക്തമായി തിരിച്ചു വരും. ചെല്ല് പപ്പ പോയി ഡ്രസ് മാറി വന്ന് ഭക്ഷണം കഴിക്കും. ചെല്ല് പപ്പ. അടുത്തതായി ഫിലിം ന്യൂസ്. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലണ്ടനിൽ പുരോഗമിക്കുന്നു. ഈ സിനിമയുടെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഒരു മാസമായി ഷൂട്ടിംഗിൽ ഏർപ്പെട്ടിരുന്ന സരോജ് കുമാറും സംഘവും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഈ മാസം അവസാനം മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ 50ാമത് ചിത്രം എന്ന പ്രത്യേകതയും തിരിച്ചെത്തിയ ശേഷം സോറി മോളെ. മുസാക്ക, ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ചവട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണ് കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ല് കൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം.
കൊള്ളാലോ, ശരിക്ക് വിളമ്പി കൊടുക്ക്. കുറച്ച് ഉടുമ്പിന്റെ ഇറച്ചിയോടെ കിട്ടുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ പൈപ്പെ പിടിച്ചു കയറാൻ ശക്തി കിട്ടും. അയ്യോ, അതെങ്ങനെയാ? ചന്ദനം ചാരിയല്ലേ ചന്ദനം മണക്കും. എന്താ ഇപ്പൊ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ? മടുത്തു ചന്ദ്രേട്ടാ, ഡാഡിയുടെ ചെലവ് പറ്റിയുള്ള ഈ ജീവിതം. എപ്പോ നോക്കിയാലും ശപിക്കാനും പരിഹസിക്കാനുമേ അങ്ങേർക്ക് നേരമുള്ളൂ. മമ്മിയെ ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. നിന്റെ ഡാഡി അല്ലേടാ. ചന്ദ്രേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പട്ടാളച്ചിട്ടയ്ക്ക് നിർത്തും പോലുള്ള പെരുമാറ്റം അങ്ങേരുടേത്. അതിരിക്കട്ടെ, നീ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നത്? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കഫേയോ? അതിവിടെ ഒരുപാടെണ്ണം ഇല്ലേ? എത്രയുണ്ടായാലും തികയില്ല ചന്ദ്രേട്ടാ. ഈ ചാറ്റിംഗ്, ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ് കഫേയിലെത്തുന്ന അധികം പേരും വാതിലടുത്തിരുന്ന് കാണുന്നത് മറ്റതാ. പെൺകുട്ടികൾ വരെ ഫോൺ സൈറ്റിന് അഡിക്റ്റാ. കൂടാതെ ഞാൻ കുറെ മസാല സീഡുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ജനം ക്യൂ ആയിരിക്കും, ക്യൂ. നീ ഒരു പൂളാനാണല്ലോ. ആട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ? അതിനല്ലേ ഞാൻ ചന്ദ്രേട്ടന്റെ അടുത്ത് വന്നത്. അത് ശരി. എടാ, പൈസക്കാണോ ബുദ്ധിമുട്ട്? ബാങ്ക് അല്ലേ വീട്ടിലിരിക്കുന്നത്. ഡാഡിയോട് പോയി കൈ നീട്ടാനോ? ഞാനില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയും. നിന്റെ ഡാഡിയുടെ കേസിൽ നിന്ന് പണം എടുത്ത് തരാനല്ലോ ചോദിക്കുന്നത്. ലോണായിട്ടല്ലേ? ഓരോ മാനേജർമാർ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേർക്കാണെന്നോ ലോൺ കൊടുക്കുന്നത്. കൊടുക്കാതെ എഴുതി തള്ളുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു ഡാഡി ആണെങ്കിൽ നിനക്ക് ലോൺ തരും. ഷോപ്പ് അഡ്വാൻസിനും ഫർണിഷിങ്ങിനുമായിട്ട് ഒരു 2 ലക്ഷം രൂപ ലോൺ ചോദിക്കേ. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഞാൻ എന്റെ ജാമ്യത്തിൽ ലോണായി വാങ്ങിത്തരാം. ചന്ദ്രേട്ടന്റെ ഈ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. അതൊന്നും സാരമില്ല. നീ ഡാഡിയെ ചെന്ന് കാണും. ഓഹോ, ഇന്റർനെറ്റ് കാഫേ തുടങ്ങാൻ ലോൺ. കൊള്ളാം. എടാ, 2 പേപ്പർ എഴുതിയെടുക്കാൻ കഴിയാത്ത നീയാണോ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോണത്? അത് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാണേലും നടക്കില്ല. അവന്റെ ഒരു ചന്ദ്രേട്ടൻ. ഡാ, പഠിക്കേണ്ട സമയത്ത് പഠിക്കേ. അല്ല ബിസിനസ്സിൽ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ വന്ന് കൈനീട്ട് അല്ല വേണ്ടത്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട. അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കടമുറിക്കുള്ള അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഫർണിഷ് ചെയ്യാനുമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി മമ്മി. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ചന്ദ്രേട്ടൻ ലോണായിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി മമ്മിയുടെ പേരില് ബാങ്കിലിട്ടിരിക്കുന്ന പൈസ ഇല്ലേ, അതിൽ നിന്ന് തന്നാ മതി. എന്നാലും ഡാഡി അറിയാതെ ഡാഡി അറിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു കളയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോനെ. ദേ, ഞാൻ പണം തരാം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. All the best. Thank you. ഞാൻ കഫേയിലേക്ക് പോകും. മമ്മി, ഇതാ കുറച്ച് പൈസയുണ്ട്. ഇറച്ചിക്കൊക്കെ എന്താ വില, പ്രത്യേകിച്ച് ഉടുമ്പിന്റെ. മമ്മി, ഇതാ ഒരു സാരി ഉണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ ലോണൊക്കെ അടച്ചു തീർത്തേക്കണേ. ഞാനാ നിനക്ക് ഗ്യാരണ്ടി. അറിയാലോ ചന്ദ്രേട്ടാ, ഞാൻ അടച്ചോളാം. അത് മതി. Hey man, I need a cabin. I want to chat with my girlfriend. This cabin.
നെറ്റ് കണക്റ്റഡ് ആണോ നോക്കിയതാ. അവന്മാരെ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ചന്ദ്രേട്ടൻ കണ്ടോ, എല്ലാവരും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടെന്തിനാ കേസും ബുക്കാറുമായിട്ട് കുറെ നാൾ നടക്കാനോ? അവന്മാര് ചുമ്മാ അല്ലോ തല്ലിപ്പൊളിച്ചത്, നീ വൃത്തികേട് കാണിച്ചിട്ടല്ലേ? ചന്ദ്രേട്ടാ, എടാ ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, പണമാണ്. എങ്ങനെയാ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കടക്കാരുടെ കൈ കുടുങ്ങും. ഡാഡി അറിയുന്നതിന് മുമ്പ് മമ്മി തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അതാ എന്റെ ടെൻഷൻ. അങ്ങേരുടെ മുമ്പിൽ കുറെ ജാട കാണിച്ചതാ ഞാൻ. നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? 2 ദിവസം കഴിഞ്ഞാൽ കടക്കാർ എന്റെ വീട്ടിൽ വന്നു തുടങ്ങും. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. ചന്ദ്രേട്ടന്റെ കയ്യിൽ ഈ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ഫണ്ടൊന്നും കാണില്ല. ഒന്ന് പോടാ അവിടുന്ന്. കമ്മിറ്റിക്കാരറിയാതെ അത് തൊടാൻ പറ്റില്ല. മാത്രമല്ല ഞാനത് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി ചന്ദ്രേട്ടൻ കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. ആരെ കൊന്നിട്ടായാലും ഞാൻ പണം ഉണ്ടാക്കിക്കോളാം, പ്ലീസ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ വളഞ്ഞ വഴികളേ ഉള്ളൂ. ആ പോർട്ടിലെ ഉസ്മാൻ പറഞ്ഞെന്നാ മൂപ്പര് അങ്ങനെയാണ് കാശുണ്ടാക്കിയത്. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. അതല്ല മഡോണ, എനിക്ക് തീരെ വശമില്ലാത്ത കാര്യങ്ങളാ ഇതൊക്കെ. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനൊക്കെ ഉള്ളൂ. ചന്ദ്രേട്ടൻ എന്നെ വിശ്വസിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും. എന്താ കാര്യം? സംഗതി ബ്രൗൺ ഷുഗറാ. കുറച്ചു ദിവസത്തെ മെനക്കേടുണ്ട്. ഗോവ വരെ ഒന്ന് പോണം. 10 ലക്ഷം രൂപയുടെ സാധനം ലൂസാക്കി വിറ്റാൽ 20 ലക്ഷം കിട്ടും. 10 ലക്ഷം രൂപ ലാഭം, അതും പെട്ടെന്ന്. വേറെ ഒരു ബിസിനസ്സിലും ഇത്രയ്ക്ക് ലാഭം കിട്ടില്ല. പക്ഷേ 10 ലക്ഷം രൂപ ആദ്യം കൊടുക്കണ്ടേ? അതെവിടെ നോപ്പിക്കും? ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വേണേലും തരും ആ ബ്ലേഡ് രാജൻ. എങ്കിൽ അത് മതി. പക്ഷെ രാജൻ എന്തെങ്കിലും ഗ്യാരണ്ടിയായി നൽകേണ്ടി വരും. നിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ? സ്വത്തോ മറ്റോ? കൈപ്പെടരുത്, ഓടിക്കും. ബാഗവന്മാരെ കൈപ്പെടരുത്. വഴിയില്ല. നീ പേടിക്കണ്ട, നാട്ടിലെത്തിയതിലൂടെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നമ്മൾ രണ്ടുപേരും 2 വഴിക്ക് പോകുന്നതല്ലേ. നീ ഇത് വഴി വെക്കോ. ഇത് വെച്ചോ. നീ പോടാ. ഞാനല്ല, എനിക്കറിയില്ല. കുറച്ചു ദിവസമായല്ലോ പോയിട്ട്. അവൻ എവിടെ പോവാന്നാ പറഞ്ഞത്? 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞാ പോയത്. ഒന്ന് ഫോണെങ്കിലും വിളിച്ച് പറയാൻ പാടില്ലേ? മനുഷ്യൻ ഇവിടെ കിടന്ന്. ഇതല്ലേ മറഡോണയാ മുതലാളി. ഏതോ വായിക്കൊള്ളാത്ത പേരുള്ള ഒരുത്തനില്ലേ ഇവിടെ? ആരാ? മറയും കുറയൊന്നുമല്ല, മർഡോണ. അവൻ എന്റെ മകനാ. ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. അത് ശരി. അപ്പ എന്നെ പറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നതല്ലേ?
കണ്ടോ കേറി നോക്കടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവനിവിടെ ഇല്ല. എന്താ തോന്നിവാസോടെ കാണിക്കണേ? അവനിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഇവിടെ വന്ന് ചുമ്മാ എന്താണെന്നറിയണോ? കണ്ടോ ഇവരാരൊക്കെ ജോസഫേ? എനിക്കറിയില്ല. അതെ, നേരെയാണെങ്കിൽ രാജനും നേരെയാ. പക്ഷെ ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ല. എന്താ കാര്യം എന്ന് പറ. എടോ, തന്റെ മോനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതേ 1-2 രൂപയല്ല, 10 ലക്ഷം രൂപയാ. ഒരാഴ്ച കൊണ്ട് 10,80,000 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഇപ്പൊ പൈസ ഇല്ല, അവനുമില്ല. കണ്ടാ ഇത് കണ്ട, അവന്റെ പേരിലുള്ള ഈ വീടിന്റെ ആധാരവും അവൻ എഴുതി തന്ന എഗ്രിമെന്റും. ഇതിന്റെ ഉറപ്പില്ല ഞാൻ അവന് പണം കടം കൊടുത്തത്. കാശ് കൊടുത്താലേ അത് മുതലാക്കാനും രാജനറിയാം. എല്ലാത്തിനെയും വലിച്ച് പുറത്തിട്ടെ കിട്ടുന്നവരൊക്കെ ഞാനത് വിൽക്കും. നോക്കൂ, നിങ്ങൾ ദയവായി ഇപ്പൊ പോണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്ക് എന്റെ കാശ് കിട്ടണം, എന്നിട്ട് ഞാൻ പോകൂ. തരാം, പക്ഷേ ഇപ്പൊ നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പോണം പ്ലീസ്. ഇപ്പൊ ഞാൻ പോകുന്നു. എന്റെ പൈസ അങ്ങ് എത്തിച്ചേക്കണം. ഇനി എന്നൊരു വരവ് കൂടി വരുത്തരുത്. കണ്ണാ, മറഡോണ എന്ത് പണിയാ കാണിച്ചത്? വീട് പണയം വെക്കാന്ന് വെച്ചാ അതും ബ്ലേഡുകാർക്ക്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം. ജോസഫേ, നത്തിങ് ടു വറി, ബട്ട് ബി കെയർഫുൾ. ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. ഭാഗ്യം കൊണ്ടാ കുഴപ്പമൊന്നും സംഭവിക്കായിരുന്നു. ഏതായാലും കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. താങ്ക് യു. നീ എവിടെയായിരുന്നു? നീ വന്നേ, വണ്ടി കയറി പറയട്ടെ. എന്താടാ, വല്ല പ്രശ്നവും? ഇപ്പോഴും ഐസിയുല? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ മനുഷ്യന്റെ കൊള്ള ജീവനും കൂടെ കളയാനോ? മമ്മി, ഞാൻ വിളിക്കരുതന്നെ മമ്മി എന്ന്. എനിക്കത് കേൾക്കണ്ട. എന്നെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചതാ നിന്റെ ഡാഡി. എന്നിട്ട് ആ മനുഷ്യനെ പോടാ എവിടേക്കാന്ന് വെച്ചാ. വീട് വിറ്റ നീ നാളെ ഞങ്ങളെ വിൽക്കും. അതിനു മുമ്പ് എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എനിക്ക് നിന്നെ കാണണ്ട, കാണണ്ട എനിക്ക് നിന്നെ. എനിക്ക് മതിയായി. ഇങ്ങനൊരെണ്ണത്തിന് എനിക്ക് എന്തിനാ തന്നത് കർത്താവേ? മതിയായി ഈ നശിച്ച ജീവിതം. മതിയായി എനിക്ക്. ആർക്കും വേണ്ട എന്നെ. ഇപ്പൊ എന്റെ മമ്മിക്കും വേണ്ട എന്നെ. തോറ്റു, എല്ലായിടത്തും തോറ്റു. നീ നീ ഒറ്റ ഒരുത്തരാ എന്നെ ഇങ്ങനെ ആക്കിയത്.
എന്നെ തോൽപ്പിച്ചു നീ കരുതണ്ട. അങ്ങനെ തോൽക്കുന്നവരല്ല ഈ മറഡോണ. നീ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ ഒരു വിധിയെങ്കിലും ഞാൻ തീരുമാനിക്കും. എന്റെ മരണം ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി ചെയ്തു. എനിക്ക് മരിക്കണം. താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്നെ വീട്. ഉറപ്പാ? ഉറപ്പ്. നിങ്ങളാരാ? വാടാ. ഞാനൊരു ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു, നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരുമോ? എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെയും മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സുവരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവം. അങ്ങയുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ചു മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് 2 വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സുവരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം. അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അതെന്താ? ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ.
ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും. ആ പിന്നെ ഇതെല്ലാം പറഞ്ഞ് എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. പേടിപ്പിക്കുന്ന താനെന്നെങ്ങാനും ഇനി വിളിച്ച നിന്റെ ഭാര്യയിലൂടെ ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ എന്നെ കൊണ്ടാ ചെയ്യിക്കല്ലേ? യു മസ്റ്റ് കോൾ മീ ഏഞ്ചൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കേട്ടടാ മറഡോണെ, ഒരു രസം. അയ്യോ ഞാനെങ്ങനെ ഇവിടെ വന്നു? അയ്യോ ഹെൽപ് മീ, ഹെൽപ് മീ ചേട്ടാ, അയ്യോ രക്ഷിക്കണേ. അയ്യോ അതാരാ ഇന്നലെ വന്നത്? ഏഞ്ചലാണ് വരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭൂതോ പിശാചോ മറ്റോ. അയ്യോ ഭൂതം നിന്റെ മറ്റവൻ. ഞാൻ ജോൺ, ഏഞ്ചൽ ജോൺ. എന്താണ് ഇന്നത്തെ നിന്റെ ആഗ്രഹം? എടാ വരം. എന്തും തരുമോ? തരും. എന്ത് ചോദിക്കും? എന്നാ ഒരു 5 ലക്ഷം രൂപ താ. അഞ്ചല 100 കോടി തരുമോ? 100 കോടി? ഇല്ലില്ല, തരൂല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കല്ലടാ, എനിക്കത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ദിവസം ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു തരികയുള്ളൂ. മാത്രമല്ല ഒരിക്കൽ സാധിച്ചെന്ന ആഗ്രഹം പിന്നെ ചോദിക്കരുത്, തരില്ല, പറഞ്ഞേക്കാം. എന്തുവാ? എടാ നീ ഇപ്പൊ പണം ചോദിച്ചില്ലേ, ഞാൻ തന്നു. ഇനി പണം ചോദിക്കരുത്, തരില്ല. ഇതെന്തോന്ന് ഏർപ്പാട്? ഇത് ശരിയല്ല ജോണേ. ഏഞ്ചലേ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അത് പിന്നെ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഏഞ്ചൽ ഇന്നലെ പാമ്പായിരുന്നോ? ഞാനല്ലടാ, നീ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പാമ്പായ ഏഞ്ചൽ എങ്ങനെ പറയാൻ വിട്ടുപോകുന്നത്? എടാ നീ ആയിരുന്നല്ലോ പാമ്പ്, ഞാനായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത്. അതെ, അപ്പൊ പാമ്പായിരുന്നോണ്ടാ ഞാൻ പറയാൻ വിട്ടുപോയത്. ഇതിലിപ്പോ ആരാ പാമ്പ്? അത് ശരി. ഇനിയിപ്പോ അത് കണ്ടുപിടിക്കാൻ പാമ്പാട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മാർത്താണ്ഡനല്ല, മറഡോണ. മറഡോണ, മറഡോണ. ഒരു രസം. മാലാഖ എന്നെക്കാളും തരികടയാണല്ലോ. അടുത്ത വരം ആലോചിച്ച് ചോദിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ കിട്ടിയത് കൊണ്ട് ജാങ്കോ ആക്കാം. Come on, boys. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. തന്നോടല്ലോട് ചോദിച്ചാ. അയാൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാലേ അയാൾ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. വാടകയ്ക്ക് ബെൻസ്, പുതിയ ഡ്രസ്, കുടിക്കാൻ മിരണ്ട. എന്റെ പൈസക്ക് നീ മാത്രം സൂചിച്ചാ മതി. ഒരു രസം. ഇനി എന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്യുപ്പൻസ് എത്ര പേരാണ്? ഒരാൾ, മറഡോണ. അപ്പോ ഇദ്ദേഹം? 2 പേർ. ഞാൻ പിന്നെ ഇവിടെ കിടക്കൂടാ. യുവർ ഗുഡ് നെയിം സർ? ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ എന്നുള്ള ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. വാട്ട്സ് യുവർ നെയിം? എഡ്വിൻ. സ്വീറ്റ് നെയിം. പേര് പോലെ തന്നെ സുന്ദരിയുമാണ്. താങ്ക് യു. യുവർ നെയിം? നികിത. നിങ്ങളും സുന്ദരിയാണ്. പ്ലീസ് കം സർ. മതി മതി. ഓക്കേ, പോവാം. ശരി.
ഇനിയിപ്പോ ആരെ കാണിക്കാൻ? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ എപ്പോഴൊക്കെയാ കാണാൻ പറ്റുന്നത്? രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നെ കാണാൻ പറ്റും. അതെന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാ? അനാവശ്യം പറയരുത്. ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്? താനൊന്നും മിണ്ടാതിരിടോ. ഒരു മാസത്തിൽ പിടുത്തക്കാരൻ. അതെ, എന്നെ ആരൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. പുരിഞ്ചതാ വാ. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ, എങ്ങനെ നമ്പർ ശരിയാണോ എന്നറിയാൻ വിളിച്ചതാണെന്നോ? ആ, ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. ഐ വിൽ കോൾ യു ലേറ്റർ. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്? എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പ നമ്പർ കൊടുത്തു. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ, റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സാർ. 10 കോഫി, 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. വെളിയിൽ നല്ല തണുപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, വാ. ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ ഒരാശ്വാസമുണ്ട്. അവന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പോ എവിടെയാണോ എന്തോ. എവിടെയെങ്കിലും പോട്ടെ ചായ, അങ്ങനെ ഒരു മോനില്ലെന്ന് കരുതിയാ മതി. അതിനു വേണ്ടിയിട്ടല്ലല്ലോ മേരി ഇത്രയും കാലം നമ്മൾ അവനെ പോറ്റി വളർത്തിയത്. ആണും പെണ്ണുമായിട്ടാവും മാത്രമല്ലേ ഉള്ളൂ. എന്റെ മോൻ എന്താ ചെയ്ത്? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വന്നേ. ഗുഡ്. കരാട്ടെ പഠിക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. അക്രമങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് ആത്മരക്ഷയ്ക്കായി ഓരോ പെൺകുട്ടിയും കരാട്ടെ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഭാഗ്യത്തിന്. എന്തിനാടാ എമ്മെ തായി എന്നെ കൊണ്ട് തല്ലിക്കുന്നത്? അങ്ങനെ എന്തായാലും നിന്റെ ഗുരുവല്ലേ. അത് ശരി. അപ്പൊ അവരെന്നെ തല്ലിയതിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, നീ പൈപ്പ് കൂടെ കയറി അയാളുടെ അടിച്ചു നിന്റെ. അപ്പൊ നിന്റെ ഇന്നത്തെ ആവശ്യം എന്നെ കൊണ്ട് മത്തായിയെ തല്ലിക്കണം അല്ലേ? അതെ, തല്ലുന്ന ആക്ഷൻ ഞാൻ കാണിക്കും. അപ്പൊ അവര് കരുതും നീയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം അല്ലേ? അതെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷെ ഐഡിയ കൊള്ളാം നോക്കണം. ഓക്കെ. ഭാരതത്തിലെ തന്നെ ഒരു മികച്ച കരാട്ടെ മാസ്റ്റർ ആണല്ലോ ഈ എം എ തായി. ഇതാരടാ എന്റെ ശരിക്കുള്ള പേര് വിളിച്ചത്? ഇവനോ? എന്താടാ അന്ന് കിട്ടിയൊന്നും പോരെ? കിട്ടിയത് തിരിച്ചു തരാനാടാ ഈ ഞാൻ വന്നത്. എങ്ങനെ? ഹായ് ഗേൾസ്. ഏഞ്ചലെ, കുഴപ്പമാവോ? എന്ത് കുഴപ്പമാവനടാ, നീ ചെല്ല്. എന്താടാ തായി, തുടങ്ങാം. മാസ്റ്റർ കറി എടാന്നോ? തുടങ്ങിക്കോടാ.
എന്തൊരു പൊക്കം. ആരടാ പറഞ്ഞത്? മതിയടാ. എടാ മാസ്റ്റർ ആയാലും ഒരു മനുഷ്യനല്ലേ? ഏഞ്ചൽ ഇതിൽ ഇടപെടണ്ട. ഓ അത് ശരി. ബിൽ ക്ലിന്റൺ വിത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തോന്ന് ഏഞ്ചലിന് നാണമില്ല ഇമാതിരി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ? അതും ജാങ്കോ പിള്ളേരുടെ ഡ്രസ്. രസം എന്തോന്ന് രസം? ഏഞ്ചലിന് മറ്റേ ഡ്രസ്സുകളാ ശരിയാ. ഏത് ടിവിയിലെ മാലാഹമാരെ പോലെ വെള്ള പൈജാമയും ചുപ്പേ? മതി മതി, സത്യം പറയടാ. ഞാൻ ആ പെൺപിള്ളാരുടെ മുമ്പ് ഷൈൻ ചെയ്തതല്ലേ നിന്റെ പ്രശ്നം? അത് തന്നെ. എനിക്ക് ഷൈൻ ചെയ്യാനാ ഞാൻ ഏഞ്ചലിനോട് ആദർശനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടോ പെൺപിള്ളേരെ കണ്ടപ്പോ കവാത്ത് മറന്നു. പെൺവിഷയത്തില് മാലാഖമാര് കണക്കാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് നോക്കരുത്, പറഞ്ഞേക്കാൻ കിട്ടൂല. എന്താഗ്രഹം? കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതിലും ഭേദം അന്ന് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. വാ, നിന്റെ വിചാരം എന്താടാ? ആത്മഹത്യ വലിയ സംഭവമാണെന്ന്? 100% ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു വാതിൽ അടയുമ്പോ 100 വാതിലുകൾ വേറെ തുറക്കുന്നുണ്ട്. അടഞ്ഞ വാതിൽ നോക്കി സങ്കടപ്പെട്ടിരുന്ന തുറന്ന വാതിലുകൾ കാണില്ല. മനസ്സിലായോ? എവിടെ നിനക്കൊക്കെ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനും ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ ചന്തിക്ക് തോണ്ടാനുമല്ലേ സമയം? എന്തൊക്കെ കാര്യത്തിലാടാ നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? അച്ഛനൊന്ന് അടിച്ച, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ, എന്തിനധികം TV ചാനൽ വേറൊരാളൊന്ന് മാറ്റിയ ഉടനെ ചെയ്യാൻ ആത്മഹത്യ. ഇട ദൈവം തന്ന ജീവൻ നശിപ്പിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. എന്ത് ദൈവം? 1-ാം നമ്പർ ക്രൂരനാങ്ങിയര്. പണ്ടൊക്കെ മെഴുകുതിരി കത്തിച്ച് എല്ലാ ദിവസവും മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അന്ന് ബൈ പറഞ്ഞതാ ഞാൻ. കണ്ടു പഠിക്കടാ. തോക്കുന്നവനൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ഖാദർ മൂസ ആത്മഹത്യ റെക്കോർഡ് ഇട്ടാണ്. ഇപ്രാവശ്യം ഖാദർ മൂസൊക്കെ റെക്കോർഡ് ഇടുവോ? ബൈ. അറിഞ്ഞില്ലേ മൂസാക്കനെ പാമ്പ് കടിച്ച്? ഒന്നല്ല 30 പാമ്പുകള് ചില്ലിന്റെ കൂട്ടിനകത്ത് വെച്ച് ആൾക്കാരും ഷൈൻ ചെയ്യാൻ വേണ്ടി മൂസാക്ക ഒരു പാമ്പിനെടുത്ത് ഉമ്മ വെച്ചു. ഇത് കണ്ടതും വലിയൊരു പാമ്പ് ദേഷ്യത്തോടെ മൂസാക്കനെ വട്ടം ചുറ്റിട്ട് ഒറ്റ കടി. പാമ്പിനോ? അതെ, എന്റെ ഒരു ഡൗട്ടാ. മൂസാക്ക ഉമ്മ വെച്ചത് കടിച്ച പാമ്പിന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് ഉമ്മ വെച്ചാ ഭർത്താവ് വിടോ? അപ്പൊ ബാക്കി പാമ്പുകളോ? മക്കളായിരിക്കും. സ്വന്തം അമ്മയെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാ മക്കള് സമ്മതിച്ചോ? മൊത്തത്തിലൊരു ഫാമിലി അറ്റാക്ക് ആയിരുന്നു. അല്പം ധൃതിയുണ്ട്, വണ്ടി കത്തിച്ചുട്ടോ. മൂസാക്കനെ പാമ്പിനെ കഴിക്കണം. അല്ല ഡോക്ടറെ. കർത്താവേ, പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണേ. പപ്പയ്ക്ക് സിനിമ ചെയ്യാൻ നല്ലൊരു കഥ ലഭിക്കണേ. മർഡോണയ്ക്ക് നല്ല ബുദ്ധി തോന്നി മടങ്ങി വരണേ.
പൈസയൊക്കെ തീരാറായി. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ലാവിഷ് ആവാൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ കൂടെ. ഇതാര് കുടിച്ചു? അതവിടെ ഇരുന്ന് മെൽറ്റ് ആകുന്ന കണ്ട് ഞാൻ എടുത്ത് കുടിച്ചു. ബില്ല് അവിടെ ഇരിപ്പുണ്ട്. കോൺസെൻട്രേഷൻ കളഞ്ഞു. ഓ, ഈ പിശാചിന് വേറെ പണിയൊന്നുമില്ലേ? പിശാചലടാ, ഏഞ്ചൽ. ഓ സോഫി, എപ്പ കണ്ടാലും കരകര വർത്താനം ഉപദേശിച്ചു. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഏഞ്ചൽ ചെയ്യടാ. ഹലോ മർഡോണ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം? മാസപ്പലിശ 80,000 നൽകിയ 1 മാസത്തെ സാവകാശം തരാന്ന് പറഞ്ഞ ബ്ലേഡ് രാജൻ പോയത്. നീ വിഷമിക്കണ്ട, തൽക്കാലം ഇതൊക്കെ വെച്ചാ പലിശ കൊടുക്കാനുള്ള പൈസ കിട്ടും. കുഴപ്പമില്ലടാ, മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. മേരി ആന്റി വല്ലാത്ത ടെൻഷനില്ല, അതുകൊണ്ടാ. വേണ്ട സോഫി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ഓ സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവന്റെ സുഹൃത്താണ് ജോൺ, ഏഞ്ചൽ ജോൺ. സോഫിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇവൻ എപ്പോഴും പറയാറുണ്ട്. എന്തായി പപ്പയുടെ ഫിലിം പ്രോജക്റ്റ് ഒക്കെ? അത് നല്ലൊരു കഥ അന്വേഷിച്ച് നടക്കുക പപ്പ. പക്ഷേ ഇതുവരെ എൻ്റെ അടുത്തൊരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റുമോന്ന് അറിയില്ല, ഇവൻ പറഞ്ഞാ. കഥ ഇതാണ്. ഒരു പയ്യൻ ഏകദേശം ഈ മറഡോണയെ പോലെ തലതെറിച്ച ഒരുത്തൻ. ഇവനെ കൊണ്ട് അവനെ കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പൊറുതിമുട്ടി. അങ്ങനെ ഇരിക്കും ഒരു നാൾ ദൈവവിധിയെ തെറി പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യക്കൊരുങ്ങി. അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മാലാഹ അത് തടഞ്ഞു. ആ മാലാഹ അവന് 2 വഴികൾ കാട്ടിക്കൊടുത്തു. ഒന്ന് ദൈവവിധി അനുസരിച്ച് ദീർഘായുസുള്ള ഒരു ജീവിതം, 2 സ്വന്തം വിധി സ്വയം തീരുമാനിച്ചുകൊണ്ട് സകലവിധ സുഖങ്ങളോട് കൂടിയുള്ളൊരു ജീവിതം. രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആയുസ് 3-1 കുറയും. ആ മണ്ടൻ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുത്തത്. പറഞ്ഞ കാലാവധി തീർന്നപ്പോ ആ മാലാഹ അവനെയും കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എങ്ങനെയുണ്ട് കഥ? ശരിക്കും നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് നല്ല ആരെങ്കിലും എഴുതണം. സോഫിക്ക് എഴുതിക്കൂടെ? ഞാനോ? സിനിമയുടെ സ്ക്രിപ്റ്റോ? കഴിയും, സോഫിക്ക് കഴിയും. സോഫി എഴുതണം. പപ്പയും മമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? പൊയ്ക്കൊള്ളൂ. ദൈവത്തിനേറെ പ്രിയപ്പെട്ടവളാണവൾ. അറിയോ, ദിവസം അവളുടെ പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടിയും ആ പാവം പ്രാർത്ഥിക്കുന്നുണ്ട്. ഏഞ്ചൽ, എന്റെ വീടിന്റെ ആധാരം നിനക്കെന്തിനാണ് ആധാരം? നിന്നെ പുറത്താക്കിയ വീടല്ലേ, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അല്ല ഏഞ്ചൽ, ആധാരം എനിക്ക് തിരികെ വേണം. അത് വീട്ടിലെത്തിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. പ്ലീസ്. Yes. Come in. ആരാ? എന്താ?
ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്ന് ഉറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ അതെനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസ് ആയിട്ടുണ്ട്, പോയി കാണണം. ബൈ. ഏഞ്ചൽ ആരുടെ സിനിമയാ? கூட்டு கழிச்சு பாரு, கணக்கு கரெக்டா இருக்கும். என்ன உடம்பு உதறது இல்ல? இது எப்படி இருக்கு? ഏയ് മറഡോണ. ചന്ദ്രേട്ടാ, നിന്റെ മൊബൈലിൽ എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞ നീ ഗോവയിൽ. ആ ബാഗ് കിട്ടാത്തതുകൊണ്ട് പോലീസിന് എനിക്കെതിരെ കേസെടുക്കാനായില്ല. പക്ഷെ നല്ല തല്ല് കിട്ടി. ഇതെന്താ? ഞാൻ ആധാരമൊക്കെ തിരിച്ചെടുത്തു. ഒരു ഫ്രണ്ട് സഹായിച്ചതാ. നീ ആ കമ്പ്യൂട്ടർ ലോൺ കൂടെ എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ആകെ കുഴയും. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 10,000 ഉണ്ട്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ തന്നേനെ. താങ്ക് യുടാ സാറേ. ഒന്ന് വേഗാവട്ടെ. വരുന്നു. വരട്ടെ മറഡോണ. ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ച് കഫയൊന്നും അടിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ കിട്ടും ഞാൻ. എന്റെ ആധാരം. നിന്റെ ആധാരമാണല്ലേ ഇത്? എന്റെ കയ്യിലിരിക്കട്ടെ. എടാ, എന്റെ ആധാരം നീ ആദ്യം എന്റെ ബൈക്കിൽ എയർ അടിച്ചിട്ട് കൊണ്ടെത്തിക്കടാ. അതിനുശേഷം ആധാരത്തെ പറ്റി ചിന്തിക്കാം. പോടാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് നോക്കരുത്, പറഞ്ഞേക്കാം, കിട്ടില്ല.
ആരാ? ജോൺ, ഏഞ്ചൽ ജോൺ. അടിയടാ അവനെ. ഒരു രസം. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രസം. അപ്പ എന്നെ ഇഷ്ടമാണല്ലേ? ഏ ഏ അമ്മണി വെള്ളത്തിലേക്ക് മുങ്ങി ആ നഗ്നമേനി പൊങ്ങി വരുന്നത് കാണാൻ ഹരിക്കൊതിയോട് കാത്തുനിന്നു. എന്താ അവൾ വരാത്തത്? വരും വരും. 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടൗട്ടാണ് മൂസാക്ക. നമുക്കൊന്നും കൂടി പൊങ്ങാന്നേ. ദേ അറിയാല 8 മിനിറ്റാണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂവുള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ച് കിടന്ന ജെയിംസ് അച്ചായം വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം മിക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ? ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. ഇനി ഞാൻ ഊതാം. എന്നാ കണ്ണാടിക്കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോ. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അതും വിടർത്തിയേനെ. യെസ്, ഖാദർ മൂസ is ready for the battle. Breath holding attempt.
മോൾക്ക് എഴുതാൻ നല്ല വേഗതയുണ്ടല്ലോ. പലരും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ മാസങ്ങളാണ് എടുക്കുന്നത്. എനിക്കറിയില്ല പപ്പ, ആരും എന്നെ കൊണ്ട് പറഞ്ഞെഴുതിക്കും പോലെ ഞാനങ്ങ് എഴുതുകയാണ്. ആധാരം അമ്മ ഞാൻ വരൂ. ഡാഡി അവർ രണ്ടാളും എന്നോട് ഒന്നും മിണ്ടിയില്ല. നീ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. എന്ത് പാരൻസ്, എന്ത് ബന്ധം. മറഡോണ പഠിക്കാത്തവൻ, തെമ്മാടി, ഫൂൾ. അറിയോ, +2 വരെ ഞാൻ നന്നായി പഠിച്ചിരുന്നവനാ. എന്താ +2 കഴിഞ്ഞപ്പോ നിന്റെ തലച്ചോറ് ആവിയായി പോയോ? ഇല്ല, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ആവിയായിപ്പോയി. 10th പാസ്സായ കമ്പ്യൂട്ടർ, +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ ബൈക്ക്. ഇതൊക്കെയായിരുന്നു ഡാഡിയുടെ വാഗ്ദാനങ്ങൾ. ഒന്നും വാങ്ങി തന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറും ബെഡായിക്കാരൻ മാത്രമായി. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഉണ്ടാവാം എന്ന് വെച്ച് ഞാൻ എനിക്ക് ചെരുപ്പ് കിട്ടിയാൽ ഇടാതെ നടക്കണം. ഡിഗ്രിക്ക് ചേരാൻ നേരത്ത് കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്നത്. അന്നാ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്. റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുക്കും. അപ്പൊ മൂസാക്ക അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കാനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിനും കൊള്ളാത്തൊരു വരം. Mr. Kadam Musa is making an attempt to break the 8-minute breath holding world record. So all the best to Mr. Kadam Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ സർ, ഇവിടെ അടുത്തുള്ള കൈവരിപ്പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ. ഖാദർ മൂസയ്ക്ക് അല്ലേ? പോടാ റാസ്കൽ. സർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താണ് നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? ഫോൺ വെക്കണം റാസ്കൽ. സർ സർ എന്തായാലും നമുക്ക് കൈവരിപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് തകർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മാറണോ ഇവിടെ?
എന്റെ പൊന്നു സാറേ ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ഫയർഫോഴ്സ്. അപ്പൊ ചട്ടിത്തൊപ്പിക്കാരോ? ഓക്കെ. Mr. Kader Musa has broken the previous record. Mr. Kader Musa set a new record, a time of 9 minutes and 10 seconds. മർഡോണ, സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്? മൂസാക്ക ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. മർഡോണ, എന്താ സംഭവിച്ചത്? മൂസാക്കയ്ക്ക് അപകടം പറ്റിയെന്ന് കരുതിയാ ഞാൻ ചാടിയത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും മൂസാക്ക പൊങ്ങി വന്നു. ഞാൻ പുഴയിൽ ചാടിയതുകൊണ്ടല്ലേ മൂസാക്കാനെ ഏഞ്ചൽ രക്ഷിച്ചത്? അല്ലെങ്കിലും ഞാൻ മൂസയെ രക്ഷിക്കുമായിരുന്നു. കാരണം നിനക്ക് തന്ന വരമാണത്. എന്നിട്ട് ആദ്യം രക്ഷിക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിഷമം തോന്നിയോ? നിന്നോട് വെറും 5 ദിവസം പരിചയമുള്ള ഞാൻ നീ പറഞ്ഞൊരു കാര്യം കേൾക്കാഞ്ഞപ്പോ നീ വിഷമിച്ചെങ്കിൽ വർഷങ്ങളായി നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ നീ അവരെ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും? മറഡോണ, look at me. ശശി, ബൈക്ക് മേടിച്ചു കൊടുക്കാഞ്ഞിട്ട് മോൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹള. എന്റെ ജോസഫെ, +2 പാസ്സായെന്ന് കരുതി ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അവന് സയൻസ് ഗ്രൂപ്പ് വേണമെന്നാ പറയുന്നേ. എന്റെ ജോസഫ് സാറേ, നമ്മളൊക്കെ ഈ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അവനെ കൊണ്ടുപോയി സയൻസിൽ ചേർത്തിട്ട് എന്താ കാര്യം? വല്ല ബികോമിന് ചേർക്കൂ. ഇന്റർനെറ്റ് കഫേ തുടങ്ങാനുള്ള പൈസ കൊടുത്തേക്ക്. ഞാൻ അറിഞ്ഞൊന്ന് അവൻ അറിയണ്ട. എന്നോടുള്ള വാശിയുണ്ടെങ്കിലും അവൻ നന്നായ മതി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം തന്നെ നീ ഇതൊക്കെ അറിയണമെന്ന് എനിക്ക് തോന്നി. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. ശരിയാ, ഞാനത് മറന്നുപോയി.
നാളെ നമുക്ക് ഡാഡിയും മമ്മിയും സോഫിയും മറ്റെല്ലാരെയും വിളിച്ച് ആഘോഷിക്കണം. നാളെ നിനക്ക് 22 വയസ്സ് തികയും. അതെ. നിന്റെ ആയുസിന്റെ 1/3 നാളെ പൂർത്തിയാകും. ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും. ഇതാണ് എനിക്ക് വേണ്ടത്. നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അപ്പോ നാളെ രാത്രി 12 മണിയോടെ നിന്റെ ആയുസ് തീരും. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ തിരഞ്ഞെടുത്ത നിന്റെ വിധിയാണിത്. ഒരു 12 വയസ്സുകാരൻ പയ്യന്റെ കയ്യാൽ നീ കുത്തേറ്റ് മരിക്കും. പ്രിയമുള്ളവരെ, ലിംക റെക്കോർഡ് നേടിയ ശ്രീ ഖാദർ മൂസയെ ഈ കോളനി നിവാസികൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനത്തിനോടൊപ്പം ഒരു നന്ദി പ്രകടനത്തിനുകൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് മറ്റൊരാളുമല്ല, മറഡോണയോടാണ്. സിനിമയ്ക്കായി ഒരു നല്ല കഥ തേടി അലഞ്ഞ എനിക്ക് സുന്ദരമായ ഒരു കഥ കിട്ടിയത് മറഡോണ മൂലമാണ്. ഒരുപാട് നാള് സൂപ്പർ താരങ്ങളുടെ പുറകെ ഒരു ഡേറ്റിനായി ഞാൻ അലഞ്ഞിട്ടുണ്ട്. പല കഥകൾ പറഞ്ഞെങ്കിലും ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. മറഡോണയുടെ കഥ സുഹൃത്തായ വൺ മിസ്റ്റർ ഏഞ്ചൽ ജോൺ ആണ് എന്റെ മകൾ സോഫിയോട് പറഞ്ഞത്. താങ്ക് യു മറഡോണ. താങ്ക് യു വെരി മച്ച്. Maradona, please come to the stage. മൂസയ്ക്ക്, അതായത് എനിക്ക് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോലും അപകടത്തിലാകുന്ന കളികൾക്ക് ഇറങ്ങിയത് ലിംക റെക്കോർഡ് പേര് നേടി ഷൈൻ ചെയ്യാനായിരുന്നില്ല. മറിച്ച് നിസാര വഴക്കിന്റെ പേരിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യ സീനത്ത് ഞാൻ പ്രശസ്തനാകുന്നത് കണ്ട് നഷ്ടബോധം തോന്നി തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ്. ഇന്നലെ തന്നെ എൻ്റെ സീനത്തിനെ വിളിച്ചു. ഇപ്പൊ 2 അവാർഡ് കിട്ടി മൂസയ്ക്ക്. ഒന്ന് ലിംക, പിന്നെ എൻ്റെ സീനത്ത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്നേഹിച്ച ഇവനുണ്ടല്ലോ, ഈ മറഡോണ. എന്റെ കുഞ്ഞനുജനാണിവൻ. ഈ മൂസാക്കയുടെ കുഞ്ഞനുജൻ. മറക്കൂല, ഒരു കാലത്ത് മൂസ മറക്കൂല. എന്റെ ഡാഡി പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്.
അടുത്ത കാലത്തായി ഞാനൊരു ചന്ദനമരം ചാരി. ആ ചന്ദനത്തിന്റെ സുഗന്ധം എന്നിൽ നിറയുകയും ചെയ്തു. അതെ, ചന്ദനം എന്നിൽ പെയ്യുകയാണ്. Congratulations, Madonna. God bless you. Thank you. Come on. മോനെ, ഏതൊരപ്പനും ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. ഞാനും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് ഒരുപാട് സന്തോഷായി. പപ്പ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബൈക്ക് അതാ വരുന്നു. മർഡോണ, ജോസഫ് അങ്കിളിനെ ആന്റിയും ഇത്രയും സന്തോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. താങ്ക്സ് ഫോർ എവറിത്തിങ്. എന്താ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. നിന്റെ ആയുസ് തീരാൻ ഇനി 2 മണിക്കൂറേ ഉള്ളൂ. നിനക്ക് ഒരു വരം കൂടി ബാക്കിയുണ്ട്. ഏഞ്ചൽ, സോഫിക്ക് അവളുടെ മുടന്ത് മാറ്റി കൊടുക്കാമോ? എന്റെ അവസാന വരമായിട്ട്. മറ്റൊന്നുമല്ല, ഞൊണ്ടിന്നും മുടന്തിന്നും വിളിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായി. പറ്റില്ല മർഡോണ. നിന്റെ ഒരു വരം മറ്റൊരാൾക്ക് വേണ്ടി നീ ഉപയോഗിച്ചു കഴിഞ്ഞു, ഖാദർ മൂസയ്ക്ക് വേണ്ടി. ഏഞ്ചൽ, ഇനി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടില്ലല്ലോ അല്ലേ? ആയുസ് എന്റെ കയ്യിലല്ല മർഡോണ. എന്റെ സ്ഥാനത്ത് ഏഞ്ചൽ ആണെങ്കിൽ അവസാന വരം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ വരം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നല്ലേ? ജീവിതത്തിലെ ഈ അവസാന സമയം ദൈവത്തിന്റെ ആൾക്കാർക്കൊപ്പം ചിലവിടാൻ തീരുമാനിക്കും. ദൈവത്തിന്റെ ആൾക്കാരോ? അവർ എല്ലായിടത്തുമുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. എങ്കിൽ എന്റെ അവസാന വരം അതാവട്ടെ. എന്താ? എന്താ? ഏഞ്ചൽ, വലിച്ചു കയറ്റി. നിനക്കെന്നില്ല. നീ ഇന്ന് തെണ്ടിയിട്ട് കിട്ടിയതേ 200 ഉലുവയാ. 500 കിട്ടിയാലേ നിനക്ക് ഞണ്ണാമെല്ലാം തരത്തുള്ളൂ. നാളെ നല്ലോണം തെണ്ടിയിട്ട് അത് ഉണ്ടാക്ക്.
ഇന്ന് എത്രയും മതി ബോബോ. അങ്ങനെ മാറാ. അതിപ്പോ അണ്ണന് വേണമെന്ന് പറഞ്ഞ ആരെയാ പൊക്കാൻ പറ്റാത്തത്? ചാടിപ്പോയ ചെറുക്കനെ കിട്ടി. ഓ കിട്ടിയണ്ണ, അവൻ പുറത്തു പോകാത്ത വിധം ആക്കിയിട്ടുണ്ട്. മറോണ, യു ചീറ്റ്. നീ എന്നെ ചതിക്കായിരുന്നു അല്ലേടാ? ചെല്ലടാ. അല്പസമയത്തിനുള്ളിൽ നിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പൂർണ്ണമായും വിട്ടുമാറും. നിന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരെല്ലാവരും.
ആ ഡോക്ടർ പോകുന്നത് നിന്റെ പേരൻസിന്റെ അടുത്തേക്കാണ്. ഡോക്ടർ, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സ്ഥിതി അല്പം വഷളാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ മോൻ. എന്തിനാ ഏഞ്ചൽ എല്ലാരും എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നത്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളെക്കാൾ ചോദ്യങ്ങളില്ലാത്ത ഉത്തരങ്ങളാണ് മറഡോണ ജീവിതത്തിലധികവും. സ്വന്തം വിധി തീരുമാനിക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടും നിനക്കത് ഉപകാരപ്പെട്ടില്ല. അതേപോലെ എല്ലാവരും സ്വന്തം വിധി തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമി നശിച്ചു പോകും. നിന്റെ അവസാന നിമിഷങ്ങളടുത്തു. നീ മരിക്കുകയാണ്.
സംഭവിച്ചത്? നീ എപ്പോഴും പറയാറില്ലേ ഒരുപാട് കരഞ്ഞിട്ടും ദൈവം കണ്ടില്ല എന്ന്. ഇന്ന് ആ തെരുവ് മക്കളെ കണ്ട് സങ്കടപ്പെട്ട് നീ കരഞ്ഞപ്പോൾ അവർക്കായി നിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ വീണ നിമിഷം ദൈവം നിന്റെ മേൽ കരുണ ചൊരിഞ്ഞു. സ്വന്തം ദുഃഖത്തിൽ എല്ലാവരും കരയും, അത് സ്വാഭാവികം. പക്ഷെ അന്യരുടെ ദുഃഖത്തിൽ സങ്കടപ്പെടുന്നവന്റെ വിഷമം ദൈവം കാണുക തന്നെ ചെയ്യും. അപ്പോ ഏഞ്ചലിനെ അവിടേക്ക് അയച്ചത് രക്ഷിക്കാനായിരുന്നു? ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുക എന്നത് മാത്രമായിരുന്നു നിന്റെ രക്ഷയ്ക്കുള്ള അവസാനത്തെ വഴി. ആ വഴികളിലൂടെ നിന്നെ ഞാൻ കടത്തിവിട്ടു എന്ന് മാത്രം. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചപ്പോൾ ആകാശത്തിലുള്ളവൻ നിന്നോടും കരുണ കാണിച്ചു. നമുക്ക് പിരിയാൻ സമയമായി. ഇനി നമ്മൾ കാണില്ലേ? നിന്നെ പോലെ ഉള്ളിലെ നന്മ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട്. നോ ഏഞ്ചൽ, എന്നെ വിട്ട് പോവരുത് പ്ലീസ്. നിന്റെ ഈ സ്നേഹം നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് നീ പങ്കിട്ട് നൽകണം. Hi, Dad. Bye, Mom. മർഡോണ, പപ്പയുടെ സിനിമയുടെ പൂജാ കാർഡാ. നിനക്ക് ആദ്യത്തെ കാർഡ്. ഇത് നിന്റെ അല്ല, നമ്മുടെ സുഹൃത്തിനുള്ളതാ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ഇവിടെ ഇല്ല, വരുമ്പോ ഞാൻ കൊടുത്തോളാം. ആന്റിക്കും അങ്കിളിനോട് കൊടുക്കട്ടെ. പോയി, എല്ലാം പോയി. എന്റെ കമ്പനിയിലെ പൈസ മുക്കി, എന്റെ ഭാര്യനെ പൊക്കി, ആ തെണ്ടിക്കണ്ണ മുങ്ങി. ഈശ്വര, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ താഴെ ഇറക്കണേ, ഞാനിപ്പോ ചാവാ. താനാരോ തന്നാരോ അല്ല, ഞാനൊരു ഏഞ്ചൽ, മാലാഖ. എന്റെ അമ്മച്ചേ, ഒരു രസം.